ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ രാത്രിയിലത്തെ ഭക്ഷണം ഉണ്ടാക്കണേ കേട്ടോ ഇത്. താഴെ ചേച്ചി എടുത്ത് പോയിട്ട് വന്നിട്ട് പിന്നെ ചാള മേടിച്ചായിരുന്നു, നന്നാക്കി കട്ട് ചെയ്ത് 3 ഭാഗമാക്കിയിട്ടോ. അപ്പോൾ മീൻ പീര ഉണ്ടാക്കണം, വറുക്കണം, പിന്നെ കുറച്ച് മുളക് ചാറും വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയും ഉള്ളിയും പിന്നെ കാന്താരി മുളകും കൂടി പീരയ്ക്കാട്ടോ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ചാള ഇങ്ങനെ ഒരു ചാള രണ്ടാക്കി കുഞ്ഞു ചാള കട്ട് ചെയ്തിട്ടു. അതിലോട്ട് നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് കുറച്ച് വെള്ളവും പിന്നെ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് അരപ്പിലോട്ട് കുറച്ച് വെള്ളവും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി ഇതൊന്ന് ഒരു ശകലം ആ മിക്സി കഴുകി വെള്ളം ഒഴിച്ചോളൂ. ഒന്ന് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് വെന്തു. അപ്പോൾ മീൻ പീര ആട്ടോ ഒന്ന് മുളക് ചാറ് വെക്കണം എന്ന് ഓർത്താൽ പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ തന്നെ 9 മണി കഴിഞ്ഞു. അപ്പം നമ്മുടെ മീൻ പീര നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ചീര തോരനാട്ടോ. ചീര ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തു. അതിലോട്ട് 3-4 ചെറിയ ഉള്ളിയും 2 പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങയും അപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കണ ചീര, വെള്ളച്ചീര എന്നൊക്കെ പറയും, പച്ചച്ചീര, അങ്ങനെ പല പേരും പറയും. അത് ഇതിലേക്ക് അരിഞ്ഞിട്ടത് പാനിലേക്ക് ഇട്ടു. പിന്നെ ചീരയ്ക്ക് കുറച്ച് ഉപ്പ് മതി, കാരണം അത് അരിഞ്ഞ അത്ര ഉണ്ടാവില്ലല്ലോ ഒന്ന് ആവി കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ അത് ചുങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ്, പിന്നെ കുറച്ച് തേങ്ങയും 2-3 പച്ചമുളകും അരിഞ്ഞിട്ട് ചീര ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ തന്നെ വേവുമല്ലോ. ഒന്ന് ആവി കയറും, ഒന്ന് മൂടി വെക്കണം, എന്നിട്ട് തുറന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കണം. അല്ലെങ്കിൽ ചീര ഇങ്ങനെ കുഴകുഴാന്നിരിക്കും. അപ്പോൾ അതേ കണ്ടോ, കുറച്ച് തേങ്ങ ഇട്ടോളൂ. എന്നിട്ട് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുത്തു. അപ്പോൾ രാത്രി ഇതേ ചോറും പിന്നെ നല്ല മീൻ വറുത്തതുണ്ട്, പിന്നെ ഇത് ചീര തോരനുണ്ട്, പിന്നെ മീൻ പീരയുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ഇന്നലെ രാത്രിയിലത്തെ ആട്ടോ. ഇന്നലെ രാത്രിയിലത്തെ ഞങ്ങളുടെ ഭക്ഷണം ഇതായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതായിരുന്നു കേട്ടോ. പിന്നെ ഇത് നേരം വെളുത്തു, താഴെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങൾ ചേച്ചിയുടെ അടുത്ത് വരും കേട്ടോ. വന്നപ്പോൾ എപ്പോഴും മിലിപ്പൂച്ച അവിടെ ഇരിക്കണ്ടാവും കേട്ടോ. മിലു എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് ചേച്ചിയുടെ അടുത്ത് വന്നു. കുഞ്ഞുവാവ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. മിലിപ്പൂച്ച എപ്പോഴും ഞങ്ങളെ അവിടെ നോക്കിയിരിക്കും കേട്ടോ എന്നും. കുഞ്ഞുവാവയ്ക്ക് പിന്നെ കുറുക്കുണ്ടാക്കാനായിട്ട് പോവുക. നല്ലൊരു പഴുത്ത ഏത്തപ്പഴം, പിന്നെ അതിങ്ങനെ കട്ട് ചെയ്തിടണം. വലിയതാണെങ്കിൽ ഒരെണ്ണം വേണ്ട, പകുതി മതിയാവും. അതിലോട്ട് 1 സ്പൂൺ റാഗി പൊടി, പിന്നെ ആവശ്യത്തിനുള്ള പാലും ഒഴിച്ച് മിക്സിയിൽ അത് അടിച്ചെടുക്കണം. പാലൊഴിച്ച് അടിച്ചെടുക്കണം കേട്ടോ ടേസ്റ്റ്. അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതിലോട്ട് പനങ്കൽക്കണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനത് പറയാൻ മറന്നുപോയി. അടിച്ചെടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അതൊന്ന് കുറുക്കിയെടുക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു അര മിനിറ്റും കൂടെ ജസ്റ്റ് ഒന്ന് സിമ്മിലിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി. ഇത് ശരിക്കും കുഞ്ഞുങ്ങൾക്ക് വണ്ണം വെക്കാൻ നല്ലൊരു കുറുക്കാട്ടോ. 1 വയസ്സൊക്കെ ആയിട്ടാട്ടോ ഏത്തപ്പഴം ഒരെണ്ണമൊക്കെ കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരു കഷ്ണം ഏത്തപ്പഴമൊക്കെ വെച്ച് അടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം. ഞാനിത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടെ ഇപ്പോൾ ഇവിടുത്തെ കുഞ്ഞിനും കൊടുക്കണതാട്ടോ ഇത്. അത് നന്നായിട്ട് കുറുക്കിയെടുത്തു. ഇത് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാട്ടോ, ഇത് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി വണ്ണം വെക്കാനും ഉള്ളൊരു കുറുക്കാട്ടോ. കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. താങ്ക് യു.